ലവ് ജിഹാദ് ആരോപണം തള്ളിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേസ് എൻഐഎക്ക് വിടുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും പ്രതികരിച്ചു. ആ പ്രതികരണത്തിൽ എൻഐഎ ഇടപെടുന്നതിന് അതിനൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള നിയമവും പ്രൊസീജറും ഉണ്ട്. ആ തലത്തിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ എത്തുള്ളൂ. അപ്പോൾ ആ നിലവിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് വരുള്ളൂ. ഒത്തിരി കേസുകൾ നമുക്കറിയാം മർദ്ദിക്കുന്നു. അപ്പോൾ ഇത് തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിയമം കൊണ്ടുവരണം. ജുഡീഷ്യറിയിൽ നിന്നാണ് ഇങ്ങനെയൊരു പേര് വരുന്നത്. അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം ഒരു പേര് അന്നുണ്ടായതാണ്. ഡിഫൈൻ ചെയ്യാത്തതോ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. പ്രതി റമീസിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി റമീസിന്റെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്തേക്കും. ലാൽ കൃഷ്ണ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ലാൽ, നിലവിൽ കേസിന്റെ സ്റ്റാറ്റസ് എന്തൊക്കെയാണ്? ഏതൊക്കെ വകുപ്പുകളാണ് ഇപ്പോൾ റമീസിനെതിരെ ചുമത്തിയിരിക്കുന്നത്? മാതാപിതാക്കളെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമായോ? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? വിവരം. സ്വകാര്യ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ആത്മഹത്യാ പ്രേരണാ കുറ്റം തന്നെയാണ് ഇവരുടെ പേരിലും ചുമത്തപ്പെടുക. ഇത് മാതാപിതാക്കൾ മാത്രമായിരിക്കില്ല, കൂട്ടുകാരൻ സഹദ് അടക്കമുള്ള ആളുകൾ ഇതിൽ പ്രതിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ കുറിപ്പിൽ ഉള്ള പേരുകളാണ് ഈ റമീസിൻ്റെ മാതാപിതാക്കളുടെയും അതോടൊപ്പം കൂട്ടുകാരനായുള്ള സഹദിൻ്റെയും പേരുള്ളത്. ഇവരെ കൂടി പ്രതിയെടുത്തുകൊണ്ടായിരിക്കും പോലീസ് മുന്നോട്ടുള്ള നീക്കം നടത്തുക. അത് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനായിരിക്കും. നേരെ മറിച്ച് റമീസിൻ്റെ പേരിലുള്ളത് 3 വകുപ്പുകളാണ്. മർദ്ദനമേൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ, അതോടൊപ്പം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. നിലവിൽ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം റമീസുമായിട്ടുള്ള തെളിവെടുപ്പിനായിരിക്കും കൂടുതൽ പോലീസ് ശ്രമിക്കുക. ഇന്ന് പ്രൊഡക്ഷൻ വാറണ്ട് ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. പ്രൊഡക്ഷൻ വാറണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ റമീസിനെ കോടതിയിൽ ഹാജരാക്കുകയും അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യുന്ന 5 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെടുന്നതെന്ന് നമ്മൾ അറിയുന്നുണ്ട്. അതേസമയം റമീസിൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരെ തിരയുന്നുണ്ടെങ്കിലും കൃത്യമായി അവരെ ട്രേസ് ചെയ്ത് കിട്ടിയിട്ടില്ല, അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നീ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കേസിൽ പ്രതി ചേർക്കും എന്ന ഏകദേശ സൂചന കിട്ടിയത് മുതൽ തന്നെ ഇവർ ഒളിവിലായിരുന്നു. പക്ഷേ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പോലീസ് എടുത്തിരിക്കുന്ന വകുപ്പുകൾ ദുർബലമാണ് എന്നുള്ളത് തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ റമീസിനെതിരെ എടുത്തിരിക്കുന്ന ആരോപണങ്ങൾക്കപ്പുറം ഈ കേസിൽ എന്തുകൊണ്ട് പ്രണയത്തിന് പുറത്ത് വിവാഹത്തിലേക്ക് പോകുമ്പോൾ മതപരിവർത്തനം നടത്തി കല്യാണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു ആ കുടുംബം എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുന്നില്ല. ആ വാദം അംഗീകരിച്ചുകൊണ്ട് മുറിയിൽ പൂട്ടിയിട്ട സമയത്ത് പോലും ഇവർക്ക് ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, മറ്റാരെങ്കിലും പിന്തുണ ലഭിച്ചിട്ടുണ്ടോ, പുറത്തു നിന്നുള്ള ആരെങ്കിലും ഇവരെ സഹായം ചെയ്തിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം. അത് NIA തന്നെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യമായിട്ടുള്ളത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പസമയങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിലവിലുള്ള പോലീസ് FIRന്റെ അടിസ്ഥാനത്തിലായിരിക്കും NIA ഈ കേസ് അന്വേഷിക്കണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആവശ്യങ്ങളുള്ള കാര്യങ്ങളൊന്നും NIAയുടെ പരിധിയിൽ വരുന്നതല്ല, കേരള പോലീസിന് മാത്രം പരിധിയിൽ വരുന്നതാണ്. കേരള പോലീസിന് അന്വേഷിച്ച് തീർപ്പാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ ആ കേസ് നിൽക്കരുത് എന്നുള്ളതാണ്. ഈ റമീസ് മറ്റേതെങ്കിലും പെൺകുട്ടികളോട് ഇതേപോലെ പെരുമാറിയിട്ടുണ്ടോ, ഈ കേസിൽ മതപരിവർത്തനം എന്ന ആവശ്യത്തിൽ എന്തുകൊണ്ട് കുടുംബം ഉറച്ചു നിന്നു, അതിനെന്തെങ്കിലും ബാഹ്യ ഇടപെടലുണ്ടോ എന്നീ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ആവശ്യം. മാത്രമല്ല ലവ് ജിഹാദ് എന്ന് പറയുന്നത് 2009 കേരളത്തിലെ ഒരു ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി തുടങ്ങി വെച്ച വാക്ക് മാത്രമാണ്. അതിന് കൃത്യമായി നിർവചനമില്ല എത്തതുകൊണ്ട് തന്നെ ഇതിനെ ലവ് ജിഹാദ് എന്ന് പറയാൻ കഴിയില്ല എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ജോർജ് കുര്യൻ ലവ് ജിഹാദ് എന്ന് പറയുന്ന പരാമർശം തന്നെ പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും NIAയുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളിൽ അവരെ നേരിട്ട് സമീപിക്കാൻ തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ തീരുമാനം. നിലവിൽ പോലീസ് ചുമത്തിയ വകുപ്പുകൾ പ്രകാരം NIAയുടെ പർവിയിലേക്ക് കേസ് വരുന്നതിനുള്ള സാധ്യതകളില്ല. എന്നാലും NIA അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ് കുടുംബമുള്ളത്.